ഇന്ന് വീട്ടമ്മമാർക്കൊക്കെ ഉപകാരപ്രദമാകുന്ന ഒരു ടിപ്പുമായിട്ടാണ് കേട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മളെല്ലാവരും തന്നെ ഒന്നുകിൽ ചായ കുടിക്കുന്നവരോ അല്ലെങ്കിൽ ചായ ഉണ്ടാക്കുന്നവരോ ഒക്കെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പം നമ്മുടെ വീട്ടിലെ ചായ അരിപ്പ ഇതുപോലെ അഴുക്ക് പിടിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം തലവേദന പിടിച്ച ഒരു കാര്യം കൂടിയാണല്ലേ. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നന്നായിട്ട് ചായ അരിച്ചെടുക്കാൻ സാധിക്കില്ല. പിന്നെ ചായ അരിപ്പ ഹൈജീനിക്കായിട്ട് വയ്ക്കാനും സാധിക്കില്ല. അപ്പം ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ വെള്ളത്തിലൊന്ന് മുക്കി വെച്ചിരുന്ന് സ്ക്രബ് പോലും ചെയ്യാതെ ക്ലീൻ ചെയ്തെടുക്കുക എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കിയാലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടമായാൽ ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കടന്നാലോ. ഞാനിവിടെ 2 ആഴ്ചയോളം ഡീപ്പ് ക്ലീൻ ചെയ്യാതെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ചായരിപ്പാണ് ഇത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബൗൾ ഉപയോഗിക്കാം, അല്ലാതെ മെറ്റൽ പാത്രങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് നമ്മുടെ ഒക്കെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ക്ലോറക്സ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ തറ തുടയ്ക്കാനും അതുപോലെ തുണി കഴുകാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡാണ് ക്ലോറക്സ് എന്ന് പറയുന്നത്. അതുകൂടെ ചേർത്ത് കൊടുത്ത് നമ്മുടെ അഴുക്ക് പിടിച്ച ചായയരിപ്പ ജസ്റ്റ് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ഇരുന്നാൽ മാത്രം മതി. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇത് ക്ലീൻ ചെയ്ത് വരുന്നത് കാണാം. നമ്മുടെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ നോർമൽ റൂം ടെമ്പറേച്ചർ ആകുന്ന അത്രയും സമയം മാത്രം നമ്മൾ ഇത് ഡിപ്പ് ചെയ്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. ഇനി ഒരുപാട് അഴുക്കുണ്ടെങ്കിൽ ഒരു ടൂത്ത് ബ്രഷ് വെച്ചൊക്കെ ഒന്ന് ഉരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വളരെ അധികം അഴുക്കില്ലാത്ത ഒരു ചായയരിപ്പ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അത് ക്ലീനായി വരുന്നത് കാണാം. കണ്ടോ, ചായയരിപ്പയുടെ അഴുക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ അടിയിലേക്ക് വന്നിട്ടുണ്ടാവും. വളരെ എളുപ്പത്തിൽ നമ്മൾ ഇത് ക്ലീൻ ചെയ്തെടുത്തു. നമ്മളിതൊന്ന് ഉരച്ച് കഴുകിയത് പോലും ഇല്ല. ഇനി അഴുക്ക് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഉരച്ച് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി. ചായയരിപ്പയുടെ വശങ്ങളിലുള്ള ചായക്കറയൊക്കെ തന്നെ നമുക്കിതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മളിത് ക്ലീൻ ചെയ്തെടുത്തത്. അപ്പോൾ ഇനി നമ്മളിതിപ്പോൾ ക്ലോറക്സ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തത് കൊണ്ട് തന്നെ നന്നായിട്ട് സോപ്പ് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത് മാത്രമേ സാധാരണ ചായ അരിക്കാനായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. കണ്ടോ, നമ്മുടെ അഴുക്കൊക്കെ അടിയിൽ ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഇതുപോലെ ചായ അരിപ്പ ക്ലീൻ ചെയ്തിട്ട് കമൻസൊക്കെ താഴെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ മറക്കാതെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു.